തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ കത്ത് റദ്ദാക്കി. സുഗതന് അയോഗ്യത ഒഴിവാക്കാൻ അവധി അപേക്ഷ നൽകാമെന്ന തദ്ദേശ വകുപ്പിന്റെ കത്ത് റദ്ദാക്കിയതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. വിവരങ്ങളുമായി ഹാൻസ് ചേരുന്നു. ഹാൻസ്, നിർണായകമായ ഒരു നടപടിയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ കാപ്പ കേസിൽ റിമാൻഡിലായി ഏറെ ദിവസങ്ങളായി. ഇതിന് പിന്നാലെ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സുഗതന് പങ്കെടുക്കാൻ കഴിയാതിരിക്കുകയും മൂന്നാമത്തെ കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത വരും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഗതൻ പരോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, എസ്കോർട്ട് പരോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്ത് നൽകിയിരുന്നു. പക്ഷേ അത്തരമൊരു നടപടി പറ്റില്ലെന്നും അതിനു പകരമായി അവധി അപേക്ഷ നൽകി കഴിഞ്ഞാൽ അയോഗ്യത ഉണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും തദ്ദേശ വകുപ്പ് കത്ത് സുഗതന് മറുപടിയായി നൽകിയിരുന്നു. ഈ കത്ത് തന്നെ ആഭ്യന്തര വകുപ്പിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈമാറുകയും ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ മേയർ വി രാജേഷ് 6 മാസത്തേക്ക് ആർ സുഗതന് അവധി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് വലിയ വിവാദമായി. കാരണം UDFന്റെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിൽ BJP ഭരിക്കുന്ന തിരുവനന്തപുരം ഭരണസമിതി ഇത്തരത്തിൽ അവധി സുഗതന് നൽകിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഏറെ വിവാദമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ 2 ഉത്തരവുകളും പിൻവലിക്കും എന്ന് ബന്ധപ്പെട്ട മന്ത്രിമാർ അറിയിക്കുകയും ഇതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ കത്ത് റദ്ദാക്കുകയും പിന്നീട് ആ കത്ത് പുറത്തിറക്കിയ KS ഉദ്യോഗസ്ഥയായിട്ടുള്ള ചിത്രയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും ഈ കത്ത് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. കാരണം ഈ കൗൺസിൽ യോഗത്തിൽ വെച്ച് മേയർ വി രാജേഷ് ഉയർത്തി കാണിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ കത്തായിരുന്നു. കാരണം എസ്കോർട്ട് പരോൾ അനുവദിച്ചിട്ടില്ല, പകരം അവധി നൽകിക്കഴിഞ്ഞാൽ അയോഗ്യത ഒഴിവാകും എന്ന് ആഭ്യന്തര വകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മേയർ വി രാജേഷ് അന്നത്തെ കൗൺസിൽ യോഗത്തിൽ ആർ സുഗതന് അവധി നൽകിയത്. ഇനിയിപ്പോൾ ഈ കത്ത് കൂടി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ നിയമപരമായി ഈ വിഷയത്തെ നേരിടാനായിരിക്കും UDFന്റെയും അതിനോടൊപ്പം തന്നെ LDFന്റെയും തീരുമാനം. ഇതിനോടകം തന്നെ സുഗതന്റെ അവധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDF നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടുണ്ട്. അഖില.